Good morning. Welcome to Design of Concrete Structures 1, Module 1, Lecture 4. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് 3 ഡിസൈൻ ഫിലോസഫീസ്. നെയിംലി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് WSM എന്ന് പറയും, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ULM എന്ന് പറയും, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൽ 3 മെത്തേഡ്സാണ് പറയുന്നത്. 3 ഡിസൈൻ ഫിലോസഫീസാണ് പറയുന്നത്. നമുക്ക് ആദ്യം എങ്ങനെയാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ ഫിലോസഫിയാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. This was the traditional method of design, not only for reinforced concrete but also for structural steel and timber design. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് പോന്നിട്ടുള്ള ഒരു മെത്തേഡാണെന്ത് ദിസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡിസൈൻ. RCC ഡിസൈനിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ സ്റ്റീൽ ആൻഡ് ടിമ്പർ ഡിസൈൻ. ടിമ്പർ ഡിസൈന് നിങ്ങൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റീൽ ഡിസൈന് നിങ്ങൾ DSSൽ പഠിക്കുന്നുണ്ട്, SM പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. The method basically assumes that the basic assumption is that the structural material behaves as a linear elastic manner. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു അസംഷനാണ് മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ മെറ്റീരിയൽ ബിഹേവിയർ എങ്ങനെ അസ്യൂം ചെയ്യുന്നത് ചോദിച്ചാൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് ലീനിയർ ഇലാസ്റ്റിക്. അപ്പോൾ മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ലീനിയർ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻസ് ലീനിയർ ആണെന്ത് ഇൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ആൻഡ് ദാറ്റ് adequate safety can be ensured by suitably restricting the stresses in the material induced by the expected working loads on the structure. ഇനി ഈ ഒരു ഡിസൈനിൽ നമ്മൾ സേഫ്റ്റി എഷ്യൂർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബൈ റെസ്ട്രിക്റ്റിംഗ് ദി സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി മെറ്റീരിയൽ ബൈ ദി വർക്കിംഗ് ലോഡ്സ്. അതിൻ്റെ ജീവിതകാലത്ത് ഉണ്ടാവുന്ന ലോഡ്, അതിനാണ് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർക്കിംഗ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന, ആ വർക്കിംഗ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്, വി ആർ റെസ്ട്രിക്റ്റിംഗ് ദാറ്റ് സ്ട്രെസ്. അപ്പോൾ ആ വർക്കിംഗ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വി ആർ ensuring the safety of the material. ആ മെറ്റീരിയലിൻ്റെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ആസ് the specified permissible stresses are kept well below the material strength. അപ്പോൾ നമുക്ക് അതിൽ പെർമിസിബിൾ സ്ട്രെസ്സസ് ഉണ്ടാവും. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു വേർഡാണ് പെർമിസിബിൾ സ്ട്രെസ്. അതിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള, അതിൽ മാക്സിമം പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും. ദാറ്റ് ആർ കെപ്റ്റ്. പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിൽ മാക്സിമം അത്രയും സ്ട്രെസ്സേ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പെർമിറ്റഡ് സ്ട്രെസ് ഉണ്ടാവും. ദാറ്റ് പെർമിസിബിൾ സ്ട്രെസ് ആർ കെപ്റ്റ് വെൽ ബിലോ ദി മെറ്റീരിയൽ സ്ട്രെങ്ത്. അത് നമ്മൾ മെറ്റീരിയൽ സ്ട്രെങ്ത്തിനേക്കാളും വളരെ താഴത്തായിട്ട് വെക്കുക. വളരെ കുറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സസിനെ വെക്കുന്നുണ്ടാവും. The assumption of linear elastic behavior is considered justifiable. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
we can justify this assumption. Which assumption is the linear elastic behavior of the material. അപ്പോൾ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഫസ്റ്റ് മെറ്റീരിയൽ ബിഹേവ്സ് ആസ് ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത് ഇൻ ലീനിയർ ഇലാസ്റ്റിക് മാനറിലാണ്. അതുപോലെ തന്നെ ദ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ബൈ ദി വർക്കിംഗ് ലോഡ്സ് ആർ restricted to ensure the safety of the material. Then the permissible stresses are kept well below the material strength. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പെർമിസിബിൾ സ്ട്രെസ് എപ്പോഴും മെറ്റീരിയൽ സ്ട്രെങ്ത്തിനേക്കാളും വളരെ താഴ്ത്തിയാണ് വെക്കുന്നുണ്ടാവുക. The ratio of strength of material to the permissible stress, that strength by permissible stresses പറയുന്ന പേരാണെന്ത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ നെക്സ്റ്റ് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ മെറ്റീരിയലിനെ സേഫായിട്ട് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മെറ്റീരിയൽ സ്ട്രെങ്ത്ത് ഒരു 5 Nm/mm² ഉള്ളൂ എന്നെങ്കിൽ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ വർക്കിംഗ് ലോഡ് എത്രയേ വരാൻ പാടുള്ളൂ? ഇറ്റ് ഈസ് 2.5 Nm/mm². അപ്പോൾ 2.5 Nm/mm² അതിൽ പെർമിസിബിൾ സ്ട്രെസ്സേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു RCC മെമ്പറിൽ ഫോർ എക്സാമ്പിൾ ഒരു 5 Nm/mm² വാക്കിംഗ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, it has a strength of factor of safety into this working load. അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രെങ്ത്ത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നത് 2 ആണെങ്കിൽ 5 × 2 10 Nm/mm² സ്ട്രെങ്ത് ഉള്ള ഒരു സെക്ഷനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പെർമിസിബിൾ സ്ട്രെസ് ഈസ് കെപ്റ്റ് വെൽ ബിലോ ദി മെറ്റീരിയൽ സ്ട്രെങ്ത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഹവവർ ദ മെയിൻ അസംഷൻ ഓഫ് ലീനിയർ ഇലാസ്റ്റിക് ബിഹേവിയർ ആൻഡ് ടേസിറ്റ് അസംഷൻ, ടേസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവോൾവ്ഡ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ടേസിറ്റ് അസംഷൻ. ദ സ്ട്രെസ്സസ് അണ്ടർ വർക്കിംഗ് ലോഡ്സ് ക്യാൻ ബി കെപ്റ്റ് വിത്തിൻ ദി പെർമിസിബിൾ സ്ട്രെസ്സസ് ആർ നോട്ട് ഫൗണ്ട് ടു ബി റിയലിസ്റ്റിക്. ഈ 2 അസംഷൻ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക് അറ്റ് ഓൾ. റിയലിസ്റ്റിക് അല്ല, യഥാർത്ഥ കേസിൽ കറക്റ്റായിട്ട് വരുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. മെനി ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അൺറിയലിസ്റ്റിക് ആവാൻ കുറേ കാരണങ്ങളുണ്ട്, റിയലിസ്റ്റിക് ആവാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. സച്ച് ആസ് ലോങ് ടേം എഫക്റ്റ് ഓഫ് ക്രീപ്പ്, ഷ്രിങ്കേജ്, എഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആൻഡ് അതർ സെക്കൻഡറി എഫക്ട്സ്. All such effect resulting in significant local increase in a redistribution of calculated stresses. അപ്പോൾ ഈ എഫക്ട്സ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ക്രീപ്പ്, ഷ്രിങ്കേജ്,
സ്ട്രെസ് കോൺസെൻട്രേഷൻ, ഇതുകൊണ്ടൊക്കെ നമ്മൾ ലോക്കൽ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് വരുന്നില്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അസംഷൻസ് കറക്റ്റ് ആവുന്നില്ല. The design usually result in relatively large sections of structural members. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലാർജ് സെക്ഷൻ ആയിരിക്കും. thereby resulting in better serviceability performance under usual working loads. സാധാരണ വർക്കിംഗ് ലോഡ്സിൽ ബെറ്റർ സർവീസിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ടാകും. സർവീസിബിലിറ്റി കണ്ടീഷൻസ് എന്ന് ഉദ്ദേശിച്ചാൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും, ക്രാക്സ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, ഹ്യൂജ് മാസ് ആയിരിക്കും. അതുകൊണ്ട് ഡിഫ്ലക്ഷനും ക്രാക്സും അങ്ങനെ സർവീസിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി ആൻ എക്കണോമിക്കൽ സെക്ഷൻ. എക്കണോമിക് സെക്ഷൻ ആവില്ല, ഒരു ഹ്യൂജ് സെക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് എക്കണോമിക് സെക്ഷൻ ആവില്ല, നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് എന്തെയും ചിലവാകും. അപ്പോൾ നിങ്ങൾ വാക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ബ്രീഫായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. മെറ്റീരിയൽസ് ബിഹേവ് ചെയ്യുന്നത് ലീനിയർ ഇലാസ്റ്റിക് മാനറിലാണ്. സെക്കൻഡ് വൺ, പെർമിസിബിൾ സ്ട്രെസ് ഇറ്റ് ഈസ് കെപ്റ്റ് വെൽ ബിലോ ദി മെറ്റീരിയൽ സ്ട്രെങ്ത്. ഡിസൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി, വിച്ച് ഈസ് റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ടു ദി പെർമിസിബിൾ സ്ട്രെസ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദിസ് അസംഷൻസ് ആർ നോട്ട് അൺറിയലിസ്റ്റിക്. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഡിസൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ലാർജ് സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കില്ല, സെക്ഷൻ വിൽ നോട്ട് ബി എക്കണോമിക്കൽ, ബട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ബെറ്റർ സർവീസിബിലിറ്റി പെർഫോമൻസ്. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് വൺ, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഡെവലപ്ഡ് സ്റ്റേജ് ആണ് എന്താ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. വിത്ത് ദി ഗ്രോയിങ് റിയലൈസേഷൻ ഓഫ് shortcomings of WSM in the reinforced concrete design and with the increased understanding of the behavior of reinforced concrete at ultimate loads, the ultimate load of design is evolved and became an alternative to WSM. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ULM, നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ULM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഈ WSMസിൻ്റെ ഷോർട്ട് കമ്മിങ്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. This method is sometimes also referred to as load factor method. ഇതിനെ പറയുന്ന വേറൊരു പേരുണ്ട്, എന്താണ്? ലോഡ് ഫാക്ടർ മെത്തേഡ് എന്നും പറയാറുണ്ട്. Load factor methods are the ultimate strength. In this method, the stress condition at the site of impending collapse of the structure is analyzed and the non-linear stress strain curves of the concrete and steel are made up of. ഇതിൽ നമ്മൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൊളാപ്സ് എത്തുന്നതിന് മുന്നുള്ള ഏറ്റവും വലിയ സ്ട്രെസ്സാണ് എന്ത്, അൾട്ടിമേറ്റ് സ്ട്രെസ്.
അപ്പോൾ ഇതിൽ ആ സ്ട്രക്ചറിൽ വരുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കൊളാപ്സിന് മുന്നുള്ള ഏറ്റവും വലിയ സ്ട്രെസ്സ്. ആ സ്ട്രെസ്സിനെ അനലൈസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ കർവ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ലീനിയർ ആണ്. നമ്മൾ WSMൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതെന്തായിരുന്നു, ഇറ്റ് ഈസ് ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ WSMൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് അൾട്ടിമേറ്റ് ലോഡ്, stress strain relationship of concrete and steel is not linear. It is non-linear. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി the concept of modular ratio and its associated problems are avoided entirely in this method. ഈ മെത്തേഡിൽ നമ്മൾ മോഡുലാർ റേഷ്യോ നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോഡുലാർ റേഷ്യോ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് രണ്ട് ഇലാസ്റ്റിക് മോഡുലൈ തമ്മിലുള്ള റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ ഓഫ് കോൺക്രീറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡിൽ വി ക്യാൻ അവോയ്ഡ്. ദ സേഫ്റ്റി മെഷർ ഡിസൈൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ an appropriate choice of the load factor defined as the ratio of ultimate load to the working load. ഇനി ഇതിൻ്റെ മെമ്പറിൻ്റെ സേഫ്റ്റി നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ബൈ ഇൻകോപ്പറേറ്റിംഗ് എ ലോഡ് ഫാക്ടർ. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ സേഫ്റ്റി എൻഷ്യൂർ ചെയ്യുന്നത് യൂസിങ് എ ഫാക്ടർ കോൾഡ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദി വർക്കിംഗ് ലോഡ്. ആണ്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് ലോഡിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അൾട്ടിമേറ്റ് ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. The ultimate load method makes it possible for different type of loads to be assigned different load factors under combined loading condition, thereby overcoming the related shortcomings of WSM. ഇനി അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ ഒറ്റ ലോഡ് ഫാക്ടറല്ല ഉപയോഗിക്കുന്നത്. ഓരോ കോമ്പിനേഷനിലും ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് മെത്തേഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ലോഡ് ഫാക്ടറല്ല ഉപയോഗിക്കുന്നത്, ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷനിൽ. അപ്പോൾ ഡിഫറെൻറ്റ് ലോഡ്സിന് ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടർ. അപ്പോൾ ഡിഫറെൻറ്റ് ലോഡ്സ് ഒരു സ്ട്രക്ചറിൽ വരുന്നുണ്ടാവും. ലൈവ് ലോഡ് വരാം, എർത്ത് കേക്ക് ലോഡ് വരാം, വിൻഡ് ലോഡ് വരാം, ഡെഡ് ലോഡ് വരാം. ഈ ലോഡിനൊന്നും നമ്മൾ സെയിം ലോഡ് ഫാക്ടർ അല്ല കൊടുക്കുന്നുണ്ടാവും. പകരം നമ്മൾ ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടേഴ്സാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് we can overcome the related
shortcomings of the WSM. And this method generally result in more slender section. അപ്പോൾ നിങ്ങൾ അത് ഓർത്തിരിക്കണം. ഇതൊരു മോർ സ്ലെൻഡർ സെക്ഷനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ മെത്തേഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് എക്കണോമിക്കൽ ഡിസൈൻ ഓഫ് ബീംസ് ആൻഡ് കോളംസ്, particularly when high strength reinforcing steel and concrete are used. നമ്മൾ ഹൈ സ്ട്രെങ്ത് റീഇൻഫോഴ്സിങ് സ്റ്റീൽ കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മോർ എക്കണോമിക്കലായിട്ടുള്ള സെക്ഷൻ എന്ത് ചെയ്യും, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. However, the satisfactory strength performance at ultimate load does not guarantee satisfactory serviceability performance. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് ബെറ്റർ സർവീസബിലിറ്റി പെർഫോമൻസ് ആണ് തരുന്നുണ്ടാവുക. പക്ഷേ ഈ കേസിൽ നമുക്ക് ഒരു ബെറ്റർ സർവീസബിലിറ്റി കണ്ടീഷൻസ് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. The design sometimes result in excessive deflection, നല്ല ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ക്രാക്ക് വിഡ്ത്ത്, വലിയ ക്രാക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. owing to the slender section resulting from usage of high strength reinforcing steel and concrete. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെത്തേഡിൽ ഉപയോഗിക്കുന്നത് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും ആയതുകൊണ്ട്. അപ്പോൾ സർവീസബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഒരു ബെറ്റർ സർവീസബിലിറ്റി കണ്ടീഷൻസ് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. The distribution of stress resultant at ultimate load is taken as distribution at service loads magnified by load factor. In other words, analysis is still based on linear elastic theory. അപ്പോൾ ഇതിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, അൾട്ടിമേറ്റ് ലോഡിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ദി ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദി സർവീസ് ലോഡ്സ്. സർവീസ് ലോഡ്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെസ്സാണ് മാഗ്നിഫൈഡ് ബൈ ലോഡ് ഫാക്ടർ. അപ്പോൾ സർവീസ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ വെച്ചിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്ട്രെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഫോർ അൾട്ടിമേറ്റ് ലോഡാണ്. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർവീസ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ. രണ്ടാമത്, ഇതിൻ്റെ അസംഷൻ, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലെൻഡർ എക്കണോമിക്കൽ സെക്ഷനാണ്. പക്ഷേ അതിൻ്റെ സർവീസബിലിറ്റി കണ്ടീഷൻസ് എന്തല്ല, ബെറ്റർ അല്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ULM, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, LSM എന്ന് പറയും. The philosophy of the limit state method of design represent definite advancement over traditional design philosophies. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിച്ചു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് നമ്മൾ WSMൻ്റെയും ULMൻ്റെയും ഡിസൈൻ്റെ ഷോർട്ട് കമ്മിങ്സ്, ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഓവർകം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ദിസ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് ഫോർമുലേറ്റഡ്, ദിസ് ഫിലോസഫി ഈസ് ഫോർമുലേറ്റഡ്. അൺലൈക്ക് WSM, ദാറ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ ഓൺ സർവീസ് ലോഡ് കണ്ടീഷൻസ് അലോൺ. സർവീസ് ലോഡ് കണ്ടീഷൻസ് ബേസ് ചെയ്ത് മാത്രമാണ്. പിന്നെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ. അതുപോലെ തന്നെ അൺലൈക്ക് ULM, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ ഓൺ അൾട്ടിമേറ്റ് ലോഡ് കണ്ടീഷൻസ് അലോൺ. അപ്പോൾ WSMൽ സർവീസ് ലോഡ് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ, ULMൽ നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. LSM aims for a comprehensive and rational solution to the design problem. ഒരു കോംപ്രഹെൻസീവ് സൊല്യൂഷനാണ്. നമ്മൾ ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യണം.
by considering safety at ultimate load and serviceability at working load. അൾട്ടിമേറ്റ് ലോഡിൽ സേഫ്റ്റി കിട്ടും വേണം, സർവീസബിലിറ്റി കണ്ടീഷൻസിൽ വർക്കിംഗ് ലോഡിൽ ബെറ്റർ സർവീസബിലിറ്റി കിട്ടും വേണം. അപ്പോൾ ഈ രണ്ട് കേസും വരത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണെന്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. വർക്കിംഗ് ലോഡിൽ ബെറ്റർ സർവീസബിലിറ്റി, അൾട്ടിമേറ്റ് ലോഡിൽ ബെറ്റർ സേഫ്റ്റി. ഇനി ദ LSM ഫിലോസഫി യൂസസ് എ മൾട്ടിപ്പിൾ സേഫ്റ്റി ഫാക്ടർ. ഒരു സേഫ്റ്റി ഫാക്ടർ അല്ല, ഇറ്റ് യൂസസ് മൾട്ടിപ്പിൾ സേഫ്റ്റി ഫാക്ടർ ഫോർമാറ്റ് which attempt to provide adequate safety at a ultimate load as well as adequate serviceability at a service load by considering all possible limit states. അപ്പോൾ LSM നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് the design philosophy is formulated so that the better serviceability is attained in the working load and better safety is assured in the ultimate load. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ LSM ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലിമിറ്റ് സ്റ്റേറ്റ്സ്, രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ്സ് പറയുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇംപെൻഡിങ് ഫെയിലിയർ beyond which a structure ceases to perform its intended function satisfactorily in terms of either safety or serviceability. That is, it is either collapse or become unserviceable. ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോർഡർ കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫാക്ടറിലി വർക്ക് ചെയ്യണമെന്നില്ല. ഒന്നെങ്കിൽ സേഫ്റ്റി അൺസേഫ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസബിൾ ആവില്ല. അപ്പോൾ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഒരു ലിമിറ്റാണ്. ആ ലിമിറ്റിൻ്റെ അപ്പുറം കടന്നാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ സേഫ്റ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ അതിൻ്റെ സർവീസബിലിറ്റി ബെറ്റർ കണ്ടീഷൻ ആവണമെന്നില്ല. ഇനി രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് ആണ് പറയുന്നത്, അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റും സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റും. അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ് നമ്മൾ പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്നാണ്, വിച്ച് ഡീൽസ് വിത്ത് സ്ട്രെങ്ത്, ഓവർടേണിങ്, സ്ലൈഡിങ്, ബക്ലിംഗ്, ഫാറ്റിക് ഫ്രാക്ചേഴ്സ്. ഇതാണ് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്. സ്ട്രെങ്ത്തിനൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മൾ സേഫ്റ്റി ബേസിസിൽ വരുന്നതാണെന്ത് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്. സ്ട്രെങ്ത്ത്, അതിൻ്റെ ഓവർടേണിങ്, സ്ലൈഡിങ്, ബക്ലിംഗ്, ഫാറ്റിക് ഫ്രാക്ചർ. അതുപോലെ തന്നെ സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഡിസ്കംഫോർട്ട് ടു ഒക്യുപ്പൻസി ഓർ മാൾഫങ്ഷൻ കോസ്ഡ് ബൈ എക്സസീവ് ഡിഫ്ലക്ഷൻ, ക്രാക്ക് വിഡ്ത്ത്, വൈബ്രേഷൻ, ലീക്കേജ്. ഇതൊക്കെയാണ് സർവീസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലിമിറ്റിന് എന്ത് പറയുന്നത്, സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. 3 ഫിലോസഫി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രീഫായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ലാസ്റ്റ് വന്നിട്ടുള്ളതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഡിസൈൻസും ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിസൈൻ ഫിലോസഫീസ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ലിമിറ്റ് സ്റ്റേറ്റിനെ കുറിച്ചും അതിൻ്റെ ഡിസൈൻ ഫിലോസഫിയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.
ഹാവ് എ നൈസ് ഡേ.